Hello, once again, welcome back to Plus Lane. In the video, discuss പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിന്റെ മോഡൽ എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ്, പ്രീവിയസ് ക്വസ്റ്റൻസ്, ചാപ്റ്റർ സ്റ്റഡീസ്, 1 മാർക്ക് ക്വസ്റ്റൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകളും തികച്ച് സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിയ വീഡിയോ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കോഓർഡിനേഷൻ ദ എസൻസ് ഓഫ് മാനേജ്മെന്റ്. എന്താണ് ഏകോപനമെന്നും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് മാനേജ്മെന്റിന്റെ എസൻസ്, സത്താണ് ഏകോപനം എന്ന് പറയുന്നത് പഠിച്ചിരിക്കണം. കൂടാതെ ഏകോപനത്തിന്റെ പ്രാധാന്യം എന്തെല്ലാമാണ്, ഏകോപനത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് നേച്ചർ എന്തൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. മാനേജ്മെന്റ് ആസ് എ സയൻസ് ഉണ്ട്, ആസ് എൻ ആർട്ട് ഉണ്ട്, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ ഉണ്ട്. ഇത് പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ സവിശേഷതകൾ, മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ, മാനേജ്മെന്റ് ധർമ്മം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. മാനേജ്മെന്റിന്റെ വിവിധ ലെവലുകൾ എന്തെല്ലാമാണ്. നമുക്കറിയാം ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. അതുപോലെ തന്നെ ആ ഓരോ ലെവലിലും ആരൊക്കെയാണ് ഉൾപ്പെടുന്നതെന്നും അവയുടെ ഫങ്ഷൻസ്, ധർമ്മം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ചാപ്റ്റർ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹെൻറി ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിളും 14 തത്വങ്ങളും പഠിച്ചിരിക്കണം. എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യമാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇതൊക്കെ നമ്മൾ ടോപ്പിക് വൈസും വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ വേരിയസ് ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ശാസ്ത്രീയ മാനേജ്മെന്റിന്റെ വിവിധ ടെക്നിക്കുകൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി, അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ പീസ് വെയിറ്റ് സിസ്റ്റം. ഇതിൽ എന്താണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പ്രത്യേകം എടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചിരിക്കണം. ഇതൊക്കെ ടോപ്പിക് വൈസ് ക്ലാസ് എടുത്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ FWTL's പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ശാസ്ത്രീയ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് FWTLന്റെ തത്വങ്ങൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്, ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ തത്വങ്ങളിൽ അത് ഉൾപ്പെടുന്നത്. ഇതൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. തേർഡ് ചാപ്റ്റർ ആണ് ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ് എൻവയോൺമെന്റിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് വിത്ത് ഡയഗ്രാം. അപ്പൊ എന്താണ് ബിസിനസ് എൻവയോൺമെന്റ് ഡയമെൻഷൻസ്? നമുക്കറിയാം സോഷ്യൽ എൻവയോൺമെന്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, ലീഗൽ എൻവയോൺമെന്റ്, അതുപോലെ തന്നെ എക്കണോമിക് എൻവയോൺമെന്റ്. ഇത് ഡയഗ്രാം വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ് എൻവയോൺമെന്റ് പ്രാധാന്യം എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ് എൻവയോൺമെന്റ് സവിശേഷതകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ, പ്ലാനിംഗ്. പ്ലാനിംഗിൽ നമുക്ക് പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഓർ പ്രോസസ് ഓഫ് പ്ലാനിംഗ്. ആസൂത്രണവുമായി ബന്ധപ്പെട്ട സ്റ്റെപ്സ് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ആസൂത്രണവുമായി ബന്ധപ്പെട്ട വിവിധ മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിംഗ്. പ്ലാനിങ്ങിന്റെ സവിശേഷതകൾ, അല്ലെങ്കിൽ ആസൂത്രണത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിംഗ്. ആസൂത്രണത്തിന്റെ പ്രാധാന്യം, അതുപോലെ തന്നെ ആസൂത്രണത്തിന്റെ പോരായ്മകൾ എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാൻ. വിവിധ തരത്തിലുള്ള പ്ലാനുകൾ ഏതെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ഫിഫ്ത്ത് ചാപ്റ്റർ, ഓർഗനൈസിംഗ്. ഓർഗനൈസിംഗിൽ നമുക്ക് പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. അപ്പം ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഓർഗനൈസേഷന്റെ ഘടന എന്തെല്ലാമാണ്, അവരുടെ ടൈപ്സ്, വിവിധ തരത്തിലുള്ള ഓർഗനൈസേഷൻ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അവയുടെ മേന്മകളും പോരായ്മകളും പഠിച്ചിരിക്കണം. നമുക്കറിയാം ഫങ്ഷൻ സ്ട്രക്ചർ വരുന്നുണ്ട്, ഡിവിഷൻ സ്ട്രക്ചർ വരുന്നുണ്ട്. അപ്പൊ അവയുടെ അഡ്വാൻറ്റേജസ്, മേന്മകൾ എന്തെല്ലാമാണ്, ഡിസ്അഡ്വാൻറ്റേജസ്, പോരായ്മകൾ എന്തെല്ലാമാണെന്നും പഠിക്കുക. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസം, അവയുടെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ, അവയുടെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും, അവയുടെ മേന്മകളും പോരായ്മകളും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്.
തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ഡെലിഗേഷൻ ആൻഡ് എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ. അപ്പൊ എന്താണ് ഡെലിഗേഷൻ എന്നും ഡെലിഗേഷൻ എലമെന്റ്സ് എന്തെല്ലാമാണ്, എന്തൊക്കെയാണ്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ സ്റ്റെപ്സ് ഓർ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ്. സംഘടനയുമായി ബന്ധപ്പെട്ട അവയുടെ വിവിധ സ്റ്റെപ്പുകൾ എന്തെല്ലാമാണ് അല്ലെങ്കിൽ വിവിധ മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം, പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് സിക്സ്ത് ചാപ്റ്റർ സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗിൽ നമുക്ക് പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഓർ പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗിന്റെ വിവിധ സ്റ്റെപ്സ് അല്ലെങ്കിൽ വിവിധ മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിക്കണം. എന്തൊക്കെയായിരുന്നു? എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെന്റ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, പെർഫോമൻസ് അപ്രൈസല്, പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്, കോമ്പൻസേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ടോപ്പിക് വൈസ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, വളരെ സിമ്പിൾ ആക്കി തന്നെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വേരിയസ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. അപ്പം റിക്രൂട്ട്മെന്റ് വിവിധ മാർഗങ്ങൾ എന്തെല്ലാമാണ്, അവയുടെ മേന്മകളും പോരായ്മകളും പഠിക്കണം. നമുക്കറിയാം റിക്രൂട്ട്മെന്റ് ഒന്നുകിൽ ഇന്റേണൽ സോഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സ് ആയിരിക്കാം. ഇന്റേണൽ സോഴ്സ് എന്ന് വെച്ചാൽ ട്രാൻസ്ഫറും പ്രൊമോഷനൊക്കെ ഉൾപ്പെടുന്നു. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, കാഷ്വൽ കോളേഴ്സ്, അഡ്വർടൈസ്മെന്റ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, പ്ലേസ്മെന്റ് ഏജൻസീസ്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, അതുപോലെ തന്നെ റെക്കമെൻഡേഷൻസ്, ലേബർ കോൺട്രാക്ടേഴ്സ്, അഡ്വർടൈസിംഗ്, വെബ് പബ്ലിഷിംഗ് തുടങ്ങിയ രീതിയിലൊക്കെ നമുക്ക് എക്സ്റ്റേണൽ സോഴ്സും വരുന്നുണ്ട്. ഇതൊക്കെ സിമ്പിൾ ആക്കി തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. തേർഡ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എക്സ്പ്ലെയിൻ ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. ട്രെയിനിങ്ങിന്റെ വിവിധ മാർഗങ്ങൾ എന്തെല്ലാമാണ്. ഓൺ ദ ജോബ് മെത്തേഡ് ഉണ്ട്, ഓഫ് ദ ജോബ് മെത്തേഡ് ഉണ്ട്. ഓൺ ദ ജോബ് മെത്തേഡ് ആണെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് വരുന്നുണ്ട്, കോച്ചിങ് വരുന്നുണ്ട്, ഇന്റേൺഷിപ്പ് ട്രെയിനിങ് വരുന്നുണ്ട്, ജോബ് റൊട്ടേഷൻ വരുന്നുണ്ട്. ഓഫ് ദ ജോബ് മെത്തേഡ് ആണെങ്കിൽ ക്ലാസ് റൂം ലെക്ചേഴ്സ്, ഫിലിംസ്, കേസ് സ്റ്റഡി, കമ്പ്യൂട്ടർ മോഡലിംഗ്, വെസ്റ്റിബിൾ ട്രെയിനിങ്, പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഓഫ് ദ ജോബ് മെത്തേഡിൽ വരുന്നത്. ഇതൊക്കെ സിമ്പിൾ ആക്കി തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സെലക്ഷൻ പ്രോസസ്. സെലക്ഷന്റെ പ്രോസസ് എന്തെല്ലാമാണെന്ന് പറഞ്ഞിരിക്കണം. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗിൽ നമുക്ക് പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ വിത്ത് ഡയഗ്രാം. മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി പഠിച്ചിരിക്കേണ്ടതാണ്, മുൻ വർഷങ്ങളിൽ പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ അവരുടെ ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടും സിമ്പിൾ ആക്കി തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ. ഡയറക്റ്റിംഗ് ഫംഗ്ഷന്റെ എലമെന്റ്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. അതായത് സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആൻഡ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിന്റെ പ്രോസസ് അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാമാണെന്നും അതുപോലെ തന്നെ ആശയവിനിമയത്തിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ, ബാരിയേഴ്സ് എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഇൻസെന്റീവ്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസെന്റീവ്സ്. അപ്പൊ എന്താണ് ഇൻസെന്റീവ് എന്നും വിവിധ തരത്തിലുള്ള ഇൻസെന്റീവ്സ് എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് കൺട്രോളിംഗ്. കൺട്രോളിംഗിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഓർ പ്രോസസ് ഓഫ് കൺട്രോളിംഗ്. അപ്പോൾ കൺട്രോളിംഗ് അല്ലെങ്കിൽ നിയന്ത്രണത്തിന്റെ സ്റ്റെപ്സ് എന്തെല്ലാമാണ് അല്ലെങ്കിൽ വിവിധ മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ്. നിയന്ത്രണത്തിന്റെ അല്ലെങ്കിൽ കൺട്രോളിംഗിന്റെ പ്രാധാന്യവും കൺട്രോളിംഗിന്റെ പോരായ്മകൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോളിംഗ്. പ്ലാനിങ്ങും കൺട്രോളിംഗും തമ്മിലുള്ള റിലേഷൻ എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ഒരു മാനേജ്മെന്റ് ഫംഗ്ഷന്റെ പ്രൈമറി ഫംഗ്ഷനാണ് പ്ലാനിങ്, അല്ലെ? പ്ലാനിങ്ങിലാണ് തുടങ്ങുന്നത്, അതുപോലെ കൺട്രോളിങ്ങിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. 8 മാർക്കിനൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെന്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റലിനെയും അതുപോലെ വർക്കിംഗ് ക്യാപിറ്റലിനെയും അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇതും 8 മാർക്കിന് പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെന്റ്സ് ഓഫ് ഡിവിഡന്റ് ഡിസിഷൻ. ഡിവിഡന്റ് ഡിസിഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇതും മുൻ വർഷങ്ങളിൽ 8 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിൽ നമുക്ക് പ്രധാനപ്പെട്ട 7 ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മാർക്കറ്റിംഗ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. അപ്പൊ എന്താണ് മാർക്കറ്റിംഗ് എന്നും മാർക്കറ്റിംഗിന്റെ ധർമ്മം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മാർക്കറ്റിംഗ് മിക്സ്. അപ്പൊ എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് അറിഞ്ഞിരിക്കണം. 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് എന്തെല്ലാമാണെന്നൊക്കെ പഠിച്ചിരിക്കണം, പലതവണ ചോദിച്ചുള്ള ചോദ്യമാണ്.
തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പ്രൈസിംഗ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന്റെ വില നിർണ്ണയവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എന്തെല്ലാമാണ്, അവയെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്, പലതവണ ചോദിച്ചുള്ള ചോദ്യമാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ സെയിൽസ് പ്രൊമോഷൻ മെറിറ്റ്സ് ലിമിറ്റേഷൻസ് ആൻഡ് കോമൺലി യൂസ്ഡ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. അപ്പൊ എന്താണ് സെയിൽസ് പ്രൊമോഷൻ എന്നും സെയിൽസ് പ്രൊമോഷന്റെ മേന്മകൾ, അവയുടെ പോരായ്മകൾ, അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട സാധാരണയായി ഉപയോഗിക്കുന്ന കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം. ഇതും പലതവണ ചോദിച്ചുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്വർടൈസിംഗ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. അഡ്വർടൈസിംഗും പേഴ്സണൽ സെല്ലിംഗും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിഞ്ഞിരിക്കണം. അവയുടെ മേന്മകൾ എന്തെല്ലാമാണ്, അവയുടെ പോരായ്മകൾ എന്തെല്ലാമാണ്, അവയുടെ പ്രാധാന്യം എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. മാർക്കറ്റിംഗും സെല്ലിംഗും തമ്മിലുള്ള വ്യത്യാസവും അറിഞ്ഞിരിക്കണം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം. ഒരു നല്ല ബ്രാൻഡ് നെയിമിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷത എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം, മുൻ വർഷങ്ങളിൽ ചോദിച്ചുകൊണ്ട്. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് ഓഫ് എ കൺസ്യൂമർ. ഉപഭോക്തൃ സംരക്ഷണത്തിന്റെ പ്രാധാന്യം എന്തെല്ലാമാണെന്നും അതുപോലെ തന്നെ ഉപഭോക്താവിന്റെ റൈറ്റ്സ് അവകാശങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി റിഡ്രസൽ ഏജൻസീസ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഏജൻസീസ് എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +2 ബിസിനസ് സ്റ്റഡീസിന്റെ മോഡൽ എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യാനാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഓഫ്. ഓക്കെ, താങ്ക് യു.